ഇതൊക്കെ ഡാഡിയുടെ കളക്ഷൻസാ. ഡാഡി മരിച്ച പിന്നെ തുറന്നിട്ടില്ല. What would you have? Cognac? Chivas? Champagne? What do you like? Come on. Help yourself. Thank you. എന്തായാലും യുദ്ധത്തിന് ഇറങ്ങാൻ രവി തീരുമാനിച്ചല്ലേ. ഒരായുധം ഉണ്ടാവട്ടെ കയ്യില്. സ്വയരക്ഷയ്ക്കെന്ന് കരുതിയാ മതി. ഇതും ഡാഡിയുടെ കളക്ഷൻ? യെസ്. നമ്മുടെ ക്ലബിന്റെ മുൻ പ്രസിഡന്റും സിറ്റിയിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുമായ ശ്രീ ഗോവിന്ദനെ ഈ IPS സ്ഥാനലബ്ധിയുടെ പേരിൽ ഞാൻ ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. ഹലോ, കൺഗ്രാറ്റുലേഷൻസ്. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? സോറി, ശിക്ഷ കഴിഞ്ഞു. 2 വർഷം കഠിന തടവ്. 2 വർഷം കൊണ്ടൊരു പുരുഷായുസ് അവസാനിച്ചു പോകുമെന്ന് കരുതിയല്ലേ? ബട്ട് എനിക്ക് തെറ്റി. As I swore, I am back. मैं वापस आया हूं भाई साहब. നിനക്കൊക്കെ എന്താണ് വേണ്ടത് റാസ്കൽ? ഏയ് ഈസി ഈസി മാൻ. ലുക്ക്, ഇത് നിങ്ങളുടെ ദിവസമാണ്. എവറി ഡോഗ് ഹാസ് ഇറ്റ്സ് ഓൺ ഡേ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിലും ഇത് ഗോവിന്ദൻ എന്ന നായയുടെ ദിവസമാണ്. എന്താ ഇത്? എന്താ സർ? പിടിച്ചു പുറത്ത് കളയിത്തണ്ടിയെ. പ്ലീസ് ലുക്ക് ജെന്റിൽമെൻ ആൻഡ് ലേഡീസ്. പറയാം. ലീവ് മീ അലോൺ. ഹേയ്, ഡോണ്ട് ടച്ച് മീ. പറയാം. ഐ ആം ആൻ എക്സ് കോൺവിക്ട്. ദാ ഈ നിൽക്കുന്ന നിങ്ങളുടെ മാന്യാതിഥിയെ മുമ്പൊരിക്കൽ പൊതുസ്ഥലത്ത് വെച്ച് തല്ലാനും കൊല്ലാനും ശ്രമിച്ചതിന് 2 വർഷത്തെ കഠിന തടവ് അനുഭവിച്ച ജയിൽ പുള്ളി, ക്രിമിനൽ, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ. എന്നോടാ പറഞ്ഞത്? എടുക്കണോ കൈ? എടുക്കടാ. ഇദ്ദേഹത്തിന് ഇപ്പം മുകളിൽ നിന്ന് നൂലിൽ കെട്ടിയിറക്കി കിട്ടിയതുപോലുള്ള സ്ഥാനമില്ലേ IPS? 2 വർഷം മുമ്പ് ഊണും ഉറക്കവും ഉപേക്ഷിച്ചിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു പാസ്സായവൻ. But I lost it. I lost my IPS between the cup and the lip because of this bastard. You bloody... Please. നിങ്ങൾക്ക് അറിയില്ല അവനെ. മാന്യതയുടെ ഈ പുറന്തോടിനുള്ളിലെ യഥാർത്ഥ ഗോവിന്ദനെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. He is a pimp. അർഹത കൊണ്ട് കിട്ടിയതല്ല. അധികാരികളുടെയും അധോലോക രാജാക്കന്മാരുടെയും വീട്ടില് അടിച്ചു തളിച്ചും അരിയാട്ടിക്കൊടുത്തും അടുക്കളപ്പണി ചെയ്തും അകത്തുള്ളോളുമാരുടെയൊക്കെ അടിപ്പാവാട വരെ നനച്ചു കൊടുത്തും കിട്ടിയ പദവികളെ അവനുള്ളൂ. അതിന്റെ മാന്യത അവനുള്ളൂ. He is a cheap, impudent bastard. Mind you, you are being taped. ഇത്തവണ കള്ളത്തെളിവുണ്ടാക്കി കോടതിയെ കബളിപ്പിക്കാൻ കഴിയില്ല സർ. സോറി. Bear it in your mind. ഈ IPS നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന ദുഃഖം എന്താണെന്ന് നിന്നെ ഞാൻ അറിയിക്കും. By hook or crook. തട്ടി പുറത്ത്. Thank you and up yours.
എനിക്കറിയാം, ഏട്ടന്റെ ഒപ്പം ഞാൻ ഒന്നിനും ഇറങ്ങി പുറപ്പെടാൻ പാടില്ല അല്ലേ? അതല്ലേ ഏട്ടന്റെ മനസ്സിൽ? ഹരി, തിരിച്ചൊരു തവണ കൂടി ജയിലിൽ പോകേണ്ടി വന്നാലും പുറത്ത് ഏട്ടത്തിക്കും സുതയ്ക്കും നീ ഉണ്ടാവണം. അതാണ് ഏട്ടന്റെ ആശ്വാസം. പിന്നെ കണക്ക് തീർക്കുന്നതിലും അപ്പുറം വേറെ ഇല്ലേ നിനക്ക് കടപ്പാടുകൾ? രേഖ, നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെയും കണക്കുകൂട്ടിയതുപോലെ അല്ലല്ലോ ഏട്ടാ ഒക്കെ സംഭവിച്ചത്. സോ forget that. നോ പ്ലീസ്. ഏട്ടൻ തനിച്ച് ഗൗഡയ്ക്കെതിരെ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെടുമ്പോൾ വെറുതെ ഒരു കാഴ്ചക്കാരനായി നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഏട്ടന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയായാലും ഒപ്പം ഞാനും ഉണ്ടാവും. ദാറ്റ്സ് ഫൈനൽ. ഏട്ടൻ ജയിലിൽ നിന്ന് വരാനാ ഞാനും ഇതുവരെ കാത്തത്. ഹരി, ഞാൻ പറയുന്നത് നീ ഒന്ന്. നോ പ്ലീസ് രവിയേട്ടാ, don't count me out, okay? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. മാഡം എവിടെ? 10:30 ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ഷീസ് കമ്മിങ് സാർ. Ah. ഗുഡ് മോർണിംഗ് ഹരി. ഗുഡ് മോർണിംഗ് മാഡം. ഓ മൈ ഗുഡ്നസ്, ഞാൻ ശരിക്കും ലേറ്റായി അല്ലേ? ആസ് യൂഷ്വൽ. അതാ സ്പീച്ച് നോട്ട്സ് ഇതിലുണ്ട്. കം ഓൺ. ഹരി, ഈ ടെൻഷനിൽ ഞാൻ ഡ്രൈവ് ചെയ്താൽ ശരിയാവില്ല, പ്ലീസ്. ഓക്കെ. വരുന്നുണ്ട്. என்னம்மா தங்கச்சி, அர்ஜென்ட்டா இங்க போயின்னுக்கிற மாதிரி இருக்குது. வா, வரல வா. இப்பதான் ஞாபகத்துக்கு வந்துச்சு. இன்னைக்கு 10:30 உங்க போர்டு மீட்டிங் இருக்குதுல்ல, வானா விட்டுருமா, அது நடக்காது. எதுக்குன்னா, அட என்னம்மா டைம் பாக்குறது உன் கைய போச்சான், அதுக்கு போய் இப்படி எகுறிய? என்னம்மா அந்த புள்ளிகள் எல்லாம் பார்த்து பயந்துட்டியா? எல்லாம் நம்ம பசங்க தான், ரொம்ப நல்ல பசங்க, ஒண்ணும் பண்ண மாட்டானுங்க. உங்ககிட்ட ஒரு விஷயம் பேசணும், அதனால தான் வந்தேன். அம்மா, நேத்து அந்த கிளப்ல என்ன நடந்துச்சு? அந்த கோயனை எவ்வளவு ஃபீல் பண்ணிக்கிட்டான் தெரியுமா? என் முன்னால வந்து நின்னு ஓன்னு அழுதுட்டான். அவன் அழுறத பார்த்து நான் அழுது நான் எவ்வளவு ஃபீல் பண்ணிக்கிட்டேன் தெரியுமா? தம்மா சாண்ட்ரா, நீ இந்த ஜெயில் பிள்ளைங்களுக்கெல்லாம் உதவி செய்யாத, அது ரொம்ப தப்பு, அது ரொம்ப மோசம். மைண்ட் யுவர் ஓன் பிசினஸ். இதாம்மா என் பிசினஸ். அன்னைக்கு உன் வீட்டுக்கு வந்து சில விஷயங்கள்லாம் சொன்னேன், அது உனக்கு புரியலன்னு நினைக்கிறேன், அதனோட கௌரவம் உனக்கு தெரியலன்னு நினைக்கிறேன். அதனால எங்கடா அவன்? அதான் இவன் தம்பி, தெரியும்ல? டே தம்பி, தங்கச்சி கொஞ்சம் புரியுற மாதிரி உன் பாஷையில எடுத்து சொல்லுடா போ. அண்ணா அன்னைக்கு சொல்லியாச்சுல, நீ வந்து இந்த சில்லு மாதிரி பார்த்தா பலமா இருக்கும், அடிச்சனா உடஞ்சிடுவேன். இருங்கடா இருங்கடா, தம்பி கிட்ட கொஞ்சம் பேசிட்டு வந்துடுறேன். ஆம்பளைதான் ஒத்துக்கிறேன். ஏண்டா தம்பி, உனக்கு என்ன இவ்வளோ கோவம் வருது?
அடேங்க அப்பா, உன் கண்ணுல நெருப்பே எரியுதடா. இந்த மாதிரி கண்ணை பார்த்தா எனக்கு ரொம்ப பிடிக்கும். என்கிட்ட ஒரு சின்ன கெட்ட பழக்கம் என்னன்னா, எனக்கு எது ரொம்ப பிடிக்குமோ அதை நான் எடுத்துக்குவேன். உங்க அண்ணன் ஜெய்சங்கர், அவனை பார்த்தா எனக்கு ரொம்ப இஷ்டம். அதனால அவனை உயிரோட எடுத்துக்கிட்டேன். அம்மா, இந்த பயலை இப்படி விட்டுட்டு போல, ரொம்ப டேஞ்சர், சத்து போயிடும். தூக்கி ஹாஸ்பிட்டல் எடுத்துட்டு போ. அம்மா தங்கச்சி, அதுதான் அவனுடைய பாஷை. புரிஞ்சுச்சா? நல்லா புரிஞ்சுக்கோ. ஏய், நடுங்கடா, நடரா.